നമസ്കാരം. ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിൽ അതിർത്തി മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനം അതീവ നിർണായകമാണ്. ഭൂമിശാസ്ത്രപരമായ പ്രതിബന്ധങ്ങൾ കാരണവും കഠിനമായ കാലാവസ്ഥ കാരണവും രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ഇന്നും ഡിജിറ്റൽ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന നിരവധി അതിർത്തി ഗ്രാമങ്ങൾ നമുക്കുണ്ട്. ഇത്തരത്തിൽ പതിറ്റാണ്ടുകളായി ഡിജിറ്റൽ ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോയ അരുണാചൽ പ്രദേശിലെ തന്ത്രപ്രധാനമായ പശ്ചിമ കമെങ് ജില്ലയിൽ മൊബൈൽ നെറ്റ്വർക്ക് ശൃംഖല ശക്തമാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യവും പ്രമുഖ ടെലികോം സേവനദാതാക്കളുമായ ഭാരതി എയർടെല്ലും തമ്മിൽ ഔദ്യോഗികമായി കൈകോർത്തിരിക്കുകയാണ്. അതിർത്തി സുരക്ഷയും ജനക്ഷേമവും മുൻനിർത്തി സൈനിക സിവിൽ സംയോജനത്തിലൂടെ രാഷ്ട്ര നിർമ്മാണത്തിന് പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയാണ് ഈ പങ്കാളിത്തം. ഡിജിറ്റൽ വിഭജനം ഇല്ലാതാക്കുന്നതിനും അതിർത്തിയിലെ ജനജീവിതം കൂടുതൽ സുഗമമാക്കുന്നതിനും ഒപ്പം രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനും ഈ തന്ത്രപ്രധാനമായ നീക്കം വഴി തുറക്കും. പശ്ചിമ കമെങ് ജില്ലയിലെ ഉയർന്ന മലനിരകളിലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതുമായ മുന്നണി പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ വലിയ രീതിയിലുള്ള പ്രയോജനമാണ് ലഭിക്കാൻ പോകുന്നത്. പുതിയ മൊബൈൽ ഇൻഫ്രാസ്ട്രക്ചർ യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ വിപ്ലവകരമായ ഡിജിറ്റൽ സേവനങ്ങളെല്ലാം അതിർത്തിയിലെ സാധാരണക്കാരിലേക്കും എത്തിച്ചേരും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികൾ വേഗത്തിലും സുതാര്യമായും നടപ്പിലാക്കുവാനും ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ പ്രദേശത്തെ കുട്ടികൾക്ക് ആധുനിക പഠന സൗകര്യങ്ങൾ ലഭ്യമാക്കാനും ഇത് സഹായിക്കും. കഠിനമായ ഭൂപ്രകൃതി കാരണം ആശുപത്രികളിൽ നേരിട്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ പരിപാലന സംവിധാനങ്ങളും ടെലിമെഡിസിൻ സേവനങ്ങളും ഉറപ്പാക്കാൻ പുതിയ കണക്ടിവിറ്റിയിലൂടെ സാധ്യമാകും. കൂടാതെ ബാങ്കിംഗ് സേവനങ്ങളും ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളും ലഭ്യമാകുന്നതോടെ പ്രദേശവാസികളുടെ സാമ്പത്തിക സുരക്ഷിതത്വവും പുരോഗതിയും വർദ്ധിക്കും. സിവിലിയൻ മേഖലയ്ക്കുള്ള നേട്ടങ്ങൾക്ക് അപ്പുറം ഈ പരിഷ്കരിച്ച നെറ്റ്വർക്ക് സംവിധാനം രാജ്യത്തിന്റെ സുരക്ഷാ രംഗത്ത് അതീവ തന്ത്രപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത്. അതിർത്തിയിലെ കഠിനമായ സാഹചര്യങ്ങളിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സൈനികർക്ക് തടസ്സമില്ലാത്ത ആശയവിനിമയ സൗകര്യം ലഭ്യമാക്കുവാൻ ഇത് സഹായിക്കും. മുന്നണി പോസ്റ്റുകളിലെ മെച്ചപ്പെട്ട കണക്ടിവിറ്റി സൈനികർ തമ്മിലുള്ള യോജിപ്പും ലോജിസ്റ്റിക്സ് ഏകോപനവും വർദ്ധിപ്പിക്കും. പെട്ടെന്നുള്ള സൈനിക നീക്കങ്ങൾക്കും സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിനും ഈ ആധുനിക ആശയവിനിമയ ശൃംഖല വഴി സാധിക്കും. തന്ത്രപ്രധാനമായ ഈ അതിർത്തി പ്രദേശത്ത് ഇന്ത്യയുടെ പ്രതിരോധ നില കൂടുതൽ ശക്തമാക്കുന്നത് ഈ പദ്ധതി വലിയൊരു കരുത്തായി മാറും. ദേശീയ സുരക്ഷയ്ക്കും പ്രദേശത്തിന്റെ വികസനത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഇരട്ട ഉപയോഗ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മികച്ച ഉദാഹരണമാണ് ഈ സംരംഭം. അതിർത്തി ഗ്രാമങ്ങളിലെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഈ മൊബൈൽ നെറ്റ്വർക്ക് വികസനം വലിയൊരു ഉത്തേജനമാകും. ഇന്റർനെറ്റ്, മൊബൈൽ കവറേജ് എന്നിവ ലഭ്യമാകുന്നതോടെ സഞ്ചാരികൾക്ക് സുരക്ഷിതമായി ഈ പ്രദേശങ്ങളിലേക്ക് കടന്നുവരാനും നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുവാനും സാധിക്കും. ഇത് ടൂറിസം മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ഹോസ്പിറ്റാലിറ്റി, ഗതാഗതം, ചെറുകിട കച്ചവടങ്ങൾ എന്നിവയ്ക്ക് പുതിയ വാതിലുകൾ തുറക്കും. തദ്ദേശീയരായ ജനങ്ങൾക്ക് മികച്ചൊരു ഉപജീവന മാർഗം കണ്ടെത്താനും പ്രദേശത്തിന്റെ സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. വിശാലമായ വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ വികസന വെല്ലുവിളികളെ നേരിടാൻ പൊതു സ്വകാര്യ പങ്കാളിത്തം എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിന്റെ തെളിവാണ് ഈ പദ്ധതി. തന്ത്രപരമായി പ്രാധാന്യമുള്ളതും സാമൂഹികമായി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതുമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ സൈന്യത്തിനും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ഇത് കാണിച്ചു തരുന്നു. കേവലം ഒരു മൊബൈൽ ടവർ നിർമ്മാണത്തിന് അപ്പുറം വികസനത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ഏറെക്കാലം മാറി നിന്ന അതിർത്തി ജനതയെ രാജ്യം ചേർത്ത് പിടിക്കുന്നു എന്ന വലിയൊരു സന്ദേശമാണ് ഈ കൂട്ടായ്മ നൽകുന്നത്. അരുണാചൽ പ്രദേശ് തങ്ങളുടെ പരമാധികാര പ്രദേശമാണെന്ന് അവകാശപ്പെടുകയും നിരന്തരമായ കടന്നുകയറ്റ ശ്രമങ്ങളിലൂടെ ഇന്ത്യൻ അതിർത്തികളിൽ അശാന്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചൈനയുടെ തന്ത്രങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യവും ഭാരതി എയർടെല്ലും സംയുക്തമായി നടപ്പിലാക്കുന്ന പുതിയ മൊബൈൽ നെറ്റ്വർക്ക് പദ്ധതി. കേവലം ഒരു തദ്ദേശീയ വികസന സംരംഭം എന്നതിനുമപ്പുറം അതിർത്തി പ്രതിരോധ രംഗത്ത് ഭാരതം കൈവരിക്കുന്ന വലിയൊരു തന്ത്രപ്രധാനമായ മുന്നേറ്റമാണിത്. അതിർത്തി ഗ്രാമങ്ങളെ ഡിജിറ്റൽ ലോകവുമായി ബന്ധിപ്പിക്കുന്നതിലൂടെയും സൈനിക സിവിൽ സംയോജനം ശക്തമാക്കുന്നതിലൂടെയും ചൈനയുടെ സൈനികവും രാഷ്ട്രീയവുമായ അധിനിവേശ താല്പര്യങ്ങളെ അടിത്തറയിളക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ചൈന ഉയർത്തുന്ന പരമ്പരാഗത യുദ്ധഭീഷണികളെയും ആധുനിക സൈബർ തന്ത്രങ്ങളെയും ഒരുപോലെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ള ഒന്നാണ് അതിർത്തിയിലെ ഈ ആധുനിക ആശയവിനിമയ വിപ്ലവം. അതിർത്തിയിലെ തന്ത്രപ്രധാന മേഖലയായ പശ്ചിമ കമെങ് ജില്ലയിൽ അതിവേഗ മൊബൈൽ ശൃംഖല യാഥാർത്ഥ്യമാകുന്നതോടെ ചൈനയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണ ശേഷിക്ക് പുതിയ വേഗത കൈവരും. പർവ്വതനിരകളാൽ സങ്കീർണമായ അതിർത്തി പ്രദേശങ്ങളിൽ
ചൈനീസ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവിക നീക്കങ്ങളോ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളോ ഉണ്ടായാൽ മുന്നണി പോസ്റ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ അതേസമയം കമാൻഡ് സെന്ററുകളിലേക്ക് കൈമാറാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കും. തടസ്സമില്ലാത്ത ഈ ആശയവിനിമയ സംവിധാനം അതിവേഗത്തിലുള്ള സൈനിക വിന്യാസത്തിനും ലോജിസ്റ്റിക്സ് ഏകോപനത്തിനും സൈന്യത്തെ സഹായിക്കും. യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ സെക്കൻഡുകൾക്ക് പോലും വിലപ്പെട്ടതാണ് എന്നിരിക്കെ ആശയവിനിമയ രംഗത്തെ ഈ പുരോഗതി ചൈനയുടെ അപ്രതീക്ഷിത ആക്രമണ തന്ത്രങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാകും. ചൈനീസ് സൈന്യം കാലങ്ങളായി പ്രയോഗിക്കുന്ന സൈബർ ഇൻഫർമേഷൻ യുദ്ധതന്ത്രങ്ങൾക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ് ഈ പദ്ധതി. അതിർത്തി ഗ്രാമങ്ങളിൽ ഇന്ത്യൻ മൊബൈൽ നെറ്റ്വർക്കുകൾ ഇല്ലാതിരുന്ന പശ്ചാത്തലം ദുരുപയോഗം ചെയ്ത് ചൈനീസ് ടെലികോം തരംഗങ്ങൾ ഇന്ത്യൻ പരിധിയിലേക്ക് കടത്തിവിടാൻ അവർ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇത് അതിർത്തിയിലെ സുരക്ഷാ വിവരങ്ങൾ ചോർത്തുന്നതിനും ഇന്ത്യൻ ജനതയ്ക്കിടയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നതിനും ചൈന ഉപയോഗിച്ചിരുന്നു. ഇന്ത്യ സ്വന്തം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തമാക്കുന്നതോടെ അതിർത്തിയിലെ ആശയവിനിമയ സുരക്ഷ പൂർണ്ണമായും ഇന്ത്യൻ കൈകളിൽ ഭദ്രമാകും. ചൈനയുടെ തരംഗങ്ങൾ അതിർത്തി കടന്നെത്തുന്നത് തടയാനും അവരുടെ സൈബർ ചാര പ്രവർത്തനങ്ങൾക്ക് കടുത്ത തടസ്സം സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കും. അതിർത്തികളിൽ ചൈന നിർമ്മിച്ചു വരുന്ന മാതൃകാ ഗ്രാമങ്ങൾക്കുള്ള ഇന്ത്യയുടെ കൃത്യമായ രാഷ്ട്രീയ പ്രതിരോധം കൂടിയാണിത്. അരുണാചൽ അതിർത്തിയോട് ചേർന്ന് ചൈന വലിയതോതിൽ ആധുനിക സൗകര്യങ്ങളുള്ള ഗ്രാമങ്ങൾ നിർമ്മിച്ച് ജനങ്ങളെ താമസിപ്പിക്കുകയും ആ പ്രദേശം തങ്ങളുടേതാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യ തങ്ങളുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഡിജിറ്റൽ വിപ്ലവം എത്തിക്കുന്നതിലൂടെ അവിടുത്തെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ വിദ്യാഭ്യാസം, ബാങ്കിംഗ്, മികച്ച ആരോഗ്യ പരിപാലനം എന്നിവ ലഭ്യമാകുന്നതോടെ തദ്ദേശവാസികൾക്ക് സ്വന്തം മണ്ണിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസം ലഭിക്കും. അതിർത്തിയിലെ ജനങ്ങൾ ഇന്ത്യയോടൊപ്പം ശക്തമായി നിലകൊള്ളുന്നത് ചൈനയുടെ ഭൂമിശാസ്ത്രപരമായ അധിനിവേശ മോഹങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. കൂടാതെ ഈ പദ്ധതിയിലൂടെ അതിർത്തിയിലെ സാധാരണ ജനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കണ്ണും കാതുമായി മാറും. തദ്ദേശവാസികൾക്ക് മൊബൈൽ കണക്ടിവിറ്റിയും ഇന്റർനെറ്റും ലഭിക്കുന്നതോടെ അതിർത്തി പ്രദേശങ്ങളിലെ ചൈനീസ് നിർമ്മാണങ്ങളോ കടന്നുകയറ്റങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ചിത്രങ്ങളും വിവരങ്ങളും സൈനിക അധികൃതർക്ക് കൈമാറാൻ അവർക്ക് സാധിക്കും. ഇത് ഇന്ത്യയുടെ നിരീക്ഷണ സംവിധാനത്തെ കൂടുതൽ ജനകീയവും ശക്തവുമാക്കും. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഇന്ത്യക്ക് പൂർണ്ണ അവകാശമുണ്ട് എന്നുമുള്ള ശക്തമായ പരമാധികാര പ്രഖ്യാപനം കൂടിയാണ് ഈ പദ്ധതിയിലൂടെ ഭാരതം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. അരുണാചൽ പ്രദേശ് തങ്ങളുടെ പരമാധികാര പ്രദേശമാണെന്ന് അവകാശപ്പെടുകയും ആ പ്രദേശത്തിന്മേൽ ചൈന നിരന്തരമായി അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ, മതപര, തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അരുണാചലിലെ തവാങ് എന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. ബുദ്ധമത വിശ്വാസികളെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ള താവാങ്ങിലെ ബുദ്ധ ആശ്രമം ടിബറ്റിന് പുറത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബുദ്ധ ആശ്രമമാണ്. 6ാമത്തെ ദലൈലാമ ജനിച്ചതും ഇവിടെയാണ്. ഭാവിയിൽ നിലവിലെ ദലൈലാമയ്ക്ക് ശേഷം അടുത്ത ദലൈലാമയെ തിരഞ്ഞെടുക്കുന്നതിൽ ഈ തവാങ് ആശ്രമത്തിന് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും. അരുണാചൽ ഇന്ത്യയുടെ കൈകളിൽ ഇരിക്കുന്നത് ടിബറ്റിന്മേലുള്ള തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ അധീശത്വത്തിന് ഭീഷണിയാണെന്ന് ചൈന ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ അരുണാചലിനെ തെക്കൻ ടിബറ്റ് എന്ന് വിളിച്ച് സ്വന്തമാക്കാൻ കാലങ്ങളായി ശ്രമിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ വലിയൊരു ജലയുദ്ധം കൂടി ചൈനയുടെ ഈ അധിനിവേശ താല്പര്യങ്ങൾക്ക് പിന്നിലുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകളിൽ ഒന്നായ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്നത് അരുണാചൽ പ്രദേശ് വഴിയാണ്. ഈ വടക്ക് കിഴക്കൻ മേഖലയിലെ ജലസ്രോതസ്സുകളുടെയും നദികളുടെയും നിയന്ത്രണം കൈക്കലാക്കുക എന്നത് ചൈനയുടെ ദീർഘകാല ലക്ഷ്യമാണ്. അരുണാചൽ കൈപ്പിടിയിലാക്കിയാൽ ഇന്ത്യയിലേക്കുള്ള ജലവിന്യാസം പൂർണ്ണമായി നിയന്ത്രിക്കാനും കടുത്ത വരൾച്ചയോ പ്രളയമോ സൃഷ്ടിച്ച് ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കാനും ചൈനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. കൂടാതെ അരുണാചൽ പ്രദേശിന്റെ ഭൂപ്രകൃതി സൈനികമായി വളരെ തന്ത്രപ്രധാനമാണ്. ഉയർന്ന മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം കൈവശം വയ്ക്കുന്നവർക്ക് താഴെയുള്ള അസം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എളുപ്പത്തിൽ നിരീക്ഷണം നടത്താനും സൈനിക മേധാവിത്വം സ്ഥാപിക്കാനും സാധിക്കും. ഭാരതത്തിന്റെ സുരക്ഷാ ഇടനാഴിയായ സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ സ്നെക്ക് ലക്ഷ്യമിടാനുള്ള ചൈനയുടെ സൈനിക തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണിത്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ടിബറ്റും തമ്മിൽ ഒപ്പുവെച്ച മക്മോഹൻ രേഖ അതിർത്തിയായി അംഗീകരിക്കാൻ ചൈന ഇതുവരെയും തയ്യാറായിട്ടില്ല. ടിബറ്റ് ചൈനയുടെ ഭാഗമാണ് എന്നും അതിനാൽ ടിബറ്റ് ഒപ്പുവെച്ച കരാറുകൾക്ക് സാധുത ഇല്ല എന്നുമാണ് ചൈനീസ് വാദം. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ചൈനീസ് സൈന്യം അരുണാചലിന്റെ വലിയൊരു ഭാഗം കൈയടക്കിയെങ്കിലും പിന്നീട് അവർക്ക് അന്താരാഷ്ട്ര സമ്മർദ്ദം മൂലം പിൻവാങ്ങേണ്ടി വന്നിരുന്നു. അന്നുണ്ടായിരുന്ന ആധിപത്യം വീണ്ടെടുക്കാനാണ് അവർ ഇപ്പോഴും അതിർത്തികളിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത്. ലഡാക്ക് മുതൽ അരുണാചൽ വരെ നീണ്ടുകിടക്കുന്ന യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയെ എപ്പോഴും ഒരു യുദ്ധഭൂമിയിൽ നിർത്തുക വഴി ഭാരതത്തിന്റെ ശ്രദ്ധയും സാമ്പത്തിക വിഭവങ്ങളും പ്രതിരോധത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്ന് ചൈന ഉറപ്പുവരുത്തും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ സാവധാനത്തിലാക്കാനും ഏഷ്യയിൽ ഭാരതം ഒരു വൻ ശക്തിയായി ഉയർന്നു വരുന്നത് തടയാനുമുള്ള ചൈനീസ് നീക്കത്തിന്റെ ഭാഗമാണ്.
ഈ നീക്കത്തിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ഭാരതി എയർടെല്ലുമായി ചേർന്ന് ഇന്ത്യൻ സൈന്യം നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.